ഒട്ടും പ്ലാനിങ് ഇല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് തീരുമാനിച്ച് നമ്മൾ വിട്ടത് നമ്മുടെ കൂർഗിലെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. കൂർഗിലെ ഗോൾഡൻ ടെമ്പിളിലേക്ക് ഞാൻ ആദ്യമായിട്ടോ പോകുന്നത്. ഇവർ മുന്നേ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് തലേന്ന് രാത്രി വരുമ്പോൾ മാപ്പ് ഇട്ടിട്ട് നേരെ നമ്മളെത്തിയത് നേരെ മടിക്കേരിയിൽ എന്നിട്ട് സ്റ്റേ അടിക്കേണ്ടി വന്നു. എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് വിട്ടത്. മടിക്കേരി എത്തിയിട്ട് റൂമിന് ശരിക്കും പറഞ്ഞാൽ വളരെ റേറ്റ് കുറവാട്ടോ. നമുക്ക് 4 പേർക്കും കൂടി 1500 രൂപയായിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ രാവിലെ തന്നെ എണീറ്റ് അവിടെ നിന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് വിട്ടു. മടിക്കേരിയിൽ നിന്ന് ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള യാത്ര അത്യാവശ്യം അടിപൊളിയായിരുന്നു. നല്ല റോഡും നല്ല വ്യൂ പോയിന്റ് ഒക്കെ ആസ്വദിച്ച് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെയുള്ള വിസിറ്റേഴ്സിന്റെ ടൈം. നമ്മൾ അവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. എന്നാൽ അവിടെയുള്ള ആംബിയൻസ് ഇല്ലേ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ഉച്ചയ്ക്കുള്ള ഒരു പ്രയറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. ചെറിയൊരു എമർജൻസിയിലുണ്ട് നമ്മൾ നേരെ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ കൂർഗേറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണൂരുകാർക്ക് അത്രയും വേഗം എത്തിപ്പെടാൻ പറ്റുന്ന കിടിലൻ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് ചോദിച്ചാൽ കൂർഗ് തന്നെയാട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും വേസ്റ്റ് ആയി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ അങ്ങോട്ടേക്കുള്ള റോഡ് പക്ക അബദ്ധം. മാക്കൂട്ടം ചുരത്തിന്റെ ഉള്ള അവസ്ഥയില്ലേ ഭയങ്കര ദയനീയമാണ്. മൈസൂരൊക്കെ ബാംഗ്ലൂരൊക്കെ പോകുന്നവർ ഏറ്റവും നല്ലത് മാനന്തവാടി വഴി പോകുന്ന കേട്ടോ.